കടവർന്ന് വെച്ചിട്ടാണോ പെയിന്റ് അടിക്കുന്നത്? സോറി, ഞാൻ കണ്ടില്ല സാർ. വീട്ടി എവിടെ നോക്കിട്ടാണോ പെയിന്റ് അടിക്കുന്നത്? സോറി സാർ, സോറി മാഡം. വൈറ്റ് വാഷ് ആണ്, ഒരു കുഴപ്പമില്ല, കഴുകിയാ പോവും. ആള് വരുന്നത് കണ്ടു ബ്രോ. അവിടെ എന്ത് കണ്ടില്ലെന്ന്? സാർ ടിന്നർ. എന്താ പറഞ്ഞേ? എന്താല്ലേ കടയൊക്കെ തുറന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ. സോറി കേട്ടോ. ഏയ് കുഴപ്പമില്ല സാർ. ഇവിടുത്തെ മസാല ചായ കുടിച്ചിട്ടുണ്ടോ? ചായം കാപ്പി കുടിക്കില്ല, പാല് മാത്രം. എന്നാ ഒരു പാല് പറയട്ടെ? ഇല്ലില്ല, ഞാൻ കുടിച്ചിട്ടാ വന്നത്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. പറഞ്ഞോളൂ. പക്ഷേ ഈ സിറ്റുവേഷൻ അതിന് ശരിയാവില്ല. ഞാൻ അടുത്ത തവണ കാണുമ്പോൾ പറയാം. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഇല്ല, ഞാൻ അടുത്ത തവണ കാണുമ്പോൾ എന്തായാലും പറയാം. എന്നാ ഞാനിപ്പോൾ പോട്ടെ. ഓ, വൈകിട്ട് വിളിക്കാം. ഓ. വിളിച്ചിട്ട് കാണുമെന്ന് പറയുന്നു, മസാല ചായ വാങ്ങിത്തരുന്നു. അന്ന് ബസ്സിൽ നിന്ന് നിങ്ങൾ അവർ നോട്ട് ചെയ്തിരുന്നു. എന്തായാലും മാഷ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പിന്നെ പിന്നെ മാഷേ, അവളിപ്പോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് അധികമായിട്ട് കടന്നു ചിന്തിക്കാനില്ല. അത് ശരിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു മസാല ചായ കുടിക്കാൻ പൂതി വന്നാലേ നിങ്ങൾ വേണേ അങ്ങോട്ട് വിളിച്ചോ. നല്ല മതത്തിൽ തന്നെ ആയിക്കോട്ടെ, തീരെ കുറയ്ക്കണ്ട. ഓക്കെ, ശരി റഹീമ, ഞാൻ വിളിക്കാം. ശരി എന്നാല്. ആ. ചേട്ടാ, ഒരു ഹാഫ് മസാല ചായ. ഹാഫിന്റെ പരിപാടി ഒന്നും ഇല്ല മാഷേ, ഹാഫിന്റെ പൈസ തന്നാ മതി.
വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. സഫിയ വരൂ, കാണാം. കാണാം സാറേ. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി. ശരി കേട്ടോ. താങ്ക് യു. സഫിയ, ഈ സാറെ വിളിക്കുന്ന ഒഴിവാക്കിക്കൂടെ? താങ്ക് യു മാഷേ. ഫ്രീ ആയോ മാഷേ? ഞാൻ പുറത്തുണ്ട്. സോറി. ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്. സഫിയ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ അടുത്തേ ആ സ്പെഷ്യൽ ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്. ആ സാറ് ചീരാമുളക് സർപ്പത്ത് കുടിച്ചിട്ടുണ്ടാ? എന്നാ വാ, നമുക്കോടൊപ്പം. പക്ഷെ പൈസ ഞാൻ കൊടുക്കും. അതിനിപ്പോൾ എന്താ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ഓട്ടോ വിളിക്കാം, എന്നിട്ട് ഞാൻ സഫിയനെ ഫോളോ ചെയ്താൽ മതിയല്ലോ. ഓട്ടോ ഒന്നും വിളിക്കണ്ട, സാറ് കയറ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ അവിടെ നിന്ന് കയറിക്കോളാം. ഇവിടെ ഇരിക്കല്ലേ? ഓ, മീറ്റിംഗ് കഴിഞ്ഞിരുന്നാ? ഇല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് അനുവാദം ചോദിച്ചിട്ടിറങ്ങി. അയ്യോ, അപ്പോൾ ബുദ്ധിമുട്ടായല്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? സഫിയ ശരിക്കും പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ, എന്താണ് ചെയ്യുന്നത്? ശരിക്കും അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആണല്ലേ? അന്നാണെങ്കിൽ ആകപ്പാടെ ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ എന്തൊരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠനം തുടരണം. നിങ്ങൾ PG ചെയ്ത കുട്ടിയല്ലേ? PhDക്ക് അപ്ലൈ ചെയ്യൂ. PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വായിക്കേണ്ടി വരും. ഒരുപാട് വായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം PhDക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? കഴിഞ്ഞോ? ശരി. മാഷേ, നിങ്ങൾക്കിപ്പോൾ എന്തോ ഒരു ഇതാവണില്ലേ? എന്ത്? അല്ലാന്ന് ഉള്ളിലൊരിത് ഇല്ലേ? അതുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് അത് ശരിയാ. പക്ഷെ ആ കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അറിയുമേ. അത് ശരിയാണ്. ആ കുട്ടിയുടെ മെസ്സേജാ. മെസ്സേജാ? ആ, എന്താണ്? ഒന്നുമില്ലേ? ഒരു പിക്കഴിച്ച പിക്ക? ആ, എന്തിനായിരിക്കും? ചോദിച്ചോക്ക്. പിക്കഴിച്ചു ചോദിച്ചു നോക്കാം. ചോദിച്ചു. പിക്ക ഇപ്പഴല്ലേ? അതൊക്കെ ഉണ്ട്. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി എന്ത് നോക്കണേ മാഷെ, അയച്ചു കൊടുക്കേ. പിക്കഴിച്ചു കൊടുക്കോ? പിന്നെ അതന്നെ ചോദിക്കുന്ന അയക്കും മാഷേ. നോക്കട്ടെ, സെൽഫി എടുക്കട്ടെ. ആ, ഇങ്ങോട്ട് തരും, ഞാൻ എടുത്തുതരാം. ചിരിക്കും മാഷേ. അതന്നെ. സന്തോഷമായല്ലോ. പക്ഷെ ഒരു മുസ്ലിം കുട്ടിയല്ലേ അറിയുമേ. എൻ്റെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, അമ്മയൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ മാഷെ, മനസ്സിലതുണ്ടെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ഒരു ഇതാണോ? ആദ്യമൊക്കെ ഓല എതിർക്കും, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. ഓല എതിർക്കട്ടെ മാഷേ. റഹീമിനിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? എൻ്റെ മാഷേ,
അമീറൊക്കെ 4 ആങ്ങളമാരാ, അതും വലിയ ഗുൺഫു ടീം. ഓളൊരു നോക്ക് കാണാൻ പെട്ട പാടെ എനിക്കും പഠിച്ച റബ്ബിനെ അറിയുള്ളൂ. അമീറാന്റെ ബാപ്പാക്കരത്തെ അഭ്യാസങ്ങളില്ല. കണ്ണ് കെട്ടി പറന്നടിക്കുന്ന മൂപ്പരൊരു ഐറ്റുണ്ട്. മാഷേ, സ്വന്തം മക്കൾക്ക് പോലും അത് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആങ്ങളമാരും 2 ഫുട്ബോൾ ടീമിലുള്ള ശിഷ്യന്മാരുള്ള ആ വലിയ വീട്ടിൽ നിന്ന് ഒരു സുബൈക്ക് ശോളെ കയ്യും പിടിച്ച് ഞാനൊരു പാച്ചില് പാഞ്ഞു. പിന്നെ കേസായി, പോലീസായി, കോടതിയായി. പക്ഷെ നമ്മളതിൽ ഉറച്ചു നിന്ന്. ഇടയ്ക്കരകത്ത് റഹ്മാന്റെ കൂടെ ജീവിക്കാനാണോ അതോ വീട്ടുകാരുടെ കൂടെ പോവാനാണോ അമീറയ്ക്ക് താല്പര്യം? എല്ലാ എതിർപ്പുകളും നമ്മളെ മുന്നിൽ വന്ന് മുട്ടുകുത്തും. അതങ്ങനെ മാഷെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. അവരെ എതിർക്കട്ടെ മാഷെ. ഷീനി, ഇന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയേതാ? എൻ്റെ സുഹൃത്ത്. അവള് മുസ്ലിമാ? അതെ. നാണമില്ല നിനക്ക് കണ്ട കേട്ടൊക്കെ വീട്ടിലൊന്ന് പറയാൻ? ഒന്നുമില്ലെങ്കിൽ പ്രായത്തിന്റെ പക്വത കാണിച്ചുകൂടെ എനക്ക്? ആ, അതിന് അവനൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ലാന്ന്? നിന്റെ കൂടെ ഒരു കുട്ടിയെ കണ്ടു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ കണ്ടു. അതെന്റെ സുഹൃത്ത് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ അതിനെ എതിർക്കുന്ന ആളുകളാണ്. അവൾക്കിഷ്ടാണോ നിന്നെ? നിങ്ങൾ എന്തിനാ വെറുതെ അവനെ ദേഷ്യപ്പെടുപ്പിക്കണം? അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു എതിർപ്പില്ല. എതിർപ്പില്ല? ഒട്ടും എതിർപ്പില്ല. ഇല്ല, ജാതിയും അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നു കണ്ടാൽ മതി നമ്മ പറഞ്ഞു. അപ്പൊ സന്തോഷമല്ലോ മാഷേ, ഒക്കെ ആയില്ലേ? ആ കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല റഹീമേ. അതിലെന്താ പറയാ? ചായ വാങ്ങി തന്ന്, ഫോട്ടോ ചോദിച്ച്, വീണ്ടും കാണണമെന്ന് പറഞ്ഞു. ഇതിൽ സംശയിക്കാനൊന്നുമില്ല മാഷേ. ഇല്ല, ഒന്നും ശരിയാവില്ല. നമുക്ക് എന്തായാലും ആ കുട്ടീനോട് ചോദിക്കണം. ചോദിക്കാല്ലേ? ശരി, ഞാൻ വിളിക്കാം. ഹലോ. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. മാഷേ, ഇന്ന് എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇറങ്ങാനും കുറച്ച് വൈകും. അത്യാവശ്യമാണോ? അല്ല, കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. അതെ സഫിയ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരാം. മാഷിക്ക് ബുദ്ധിമുട്ടായെങ്കിലും വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറയാതിരുന്നതാ. ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്ത് തരാം. ഓ മതി മതി. ഓക്കെ, ശരി. താങ്ക് യു.
ചില്ലറില്ല. ശ്രീനിവാസൻ സർ. ഹലോ സർ. ഹായ്. സഫിയ മാഡം പറഞ്ഞിരുന്നു വരും. ഓഹോ. എന്തായാലും സാർ എടുത്ത തീരുമാനം പെർഫെക്റ്റ് ആണ്. സർ ഇരിക്കൂ സർ. സഫിയ മാഡം ഇപ്പോൾ വരും. സർ പ്ലീസ് ഇറ്റ്. ഹലോ. സർ ഇത് ഓക്കെ അല്ലേ? ഇത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. സർ ഇത് ഇത് ഓക്കെ അല്ലേ? മാഷേ സാറിന് ഓക്കെ ആണെങ്കിൽ വെൽക്കം. മുന്നോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഓഫീസ്. മാഷേ വരെ നമുക്ക് അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാം. വരി. കാണിച്ചില്ലേ തൊട്ട് മുമ്പ്. മാഷെ കാണുന്ന ഓരോ മീറ്റിങ്ങിലും ഞാനിത് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ ഓരോ തവണ അത് കലങ്ങി. പക്ഷെ മാഷിനെ ആദ്യം കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നേ. പ്ലീസ് ചെക്ക് ദിസ്. എങ്ങനെയുണ്ട് മാഷേ? എന്ത് തോന്നുന്നു മാഷേ? വിഗ് വയ്ക്കുന്നതിന് ആവശ്യമായ യാതൊരു കൗൺസിലും മാഷിന് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ആ ചേട്ടാ, 45 പൊറോട്ട, 20 ബീഫ് ഫ്രൈ, 15 അൽഫാം, പക്ഷെ ക്വാർട്ടർ പീസായിട്ട് കട്ട് ചെയ്യണേ. ആ പിന്നെ 2 ഗീ റൈസും കൂടി. പിന്നെ വേട്ടാ നിങ്ങൾ ഒരുപാട് സീരിയസ് ആവില്ലേ? മയനേസ് കുറച്ച് കൂടുതൽ വെച്ചോ. അമ്മേ ഇത് ചേച്ചി മൈനസ് ഓർഡർ ചെയ്യണു. അമ്മേ തേച്ച് മയനേസ് ഓർഡർ. എന്തേലും കഴിച്ചിട്ട് പോടേ, ഉണ്ടാക്കിയത് കളയണ്ട. ഓഫീസിലെ ഫുഡ് ഞാൻ ചേച്ചിയല്ലേ, നമ്മുടെ ഫുഡൊന്നും പറ്റൂല അമ്മേ. നിനക്കെന്ത് ക്ലാസ് ഇല്ലേ? പോയി കുളിക്കടി. ഇതാ ചായ. നീ ഇന്നാ രവി പറഞ്ഞ ആളെ കാണാൻ പോകാൻ മറക്കരുത് കേട്ടോ. 4 മണിക്കാ ഞാൻ പോവാമേ. എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റാണ്. ഞാൻ പോവാം. വേഗം വന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് സാരി സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഒരു മുടിയൊന്നും ട്രാഫിക് ആയിരുന്നു. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാണ്. എന്ത് ബോറാണിത്. ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്ക്. പെണ്ണുങ്ങളെല്ലാരും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നോളി. ഇതാ ഇതുപോലെ. ഈ ചേട്ടൻ ഇങ്ങോട്ട് അമ്മയുടെ കാര്യം എന്താടോ കുറെ നേരം ആയല്ലോ അമ്മ വിളിക്കണു. അച്ഛൻ്റെ ഫ്രണ്ട് വരെ ഒരു കുരുക്ക പെണ്ണാണ്. ഇന്ന് വൈകിട്ട് നില പാർക്കിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നല്ലത്, വീട്ടിലിരുത്തി വെറുതെ മിച്ചർ ഞാൻ കൊടുക്കണ്ടല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. ഹലോ. ഇവിടെ ഒരു അത്തിമരം ഇല്ലേ? ഞാൻ അതിന് താഴെയുണ്ട്. അത് ഞാനാ. ഹായ്. ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. കുഴപ്പമില്ല, ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ? അല്ല നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ
നല്ല ചൂടുണ്ടല്ലേ? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്തോ? അല്ല, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭയങ്കര ചൂടുണ്ട്. ആ ഓഫീസിൽ നിന്നാ. ഇന്ന് ആനുവൽ പ്രോഗ്രാമാണ്. അപ്പം അവിടെ നിന്ന് മുങ്ങിയതാ. പ്രോഗ്രാം ആണെങ്കിൽ പോയിക്കോളൂ. അല്ലല്ല, കുഴപ്പമില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ സ്കൂട്ടി എടുത്തിട്ടില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കാം അങ്ങോട്ട് വരാനായിട്ട്. ഞാൻ വന്നിട്ട് പറയാം. ശരി. സിന്ധു എങ്ങനെ പോകും? ആ ഓഫീസ് ഇവിടെ അടുത്താ, അപ്പം ബസ് വിളിച്ച് പോകാൻ വെച്ചു. ഞാൻ പഠിച്ചതെന്ന് ഒരടയാളത്തിന് വേണ്ടി പറഞ്ഞാട്ടോ. കുറ്റിപ്പുറ പോട്ടെ. ടിക്കറ്റ്. എന്താ ഈ ചെക്കനെ കണ്ടിട്ട്? എൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കണോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കൊടുത്തു. ഞാൻ അന്ന് തന്നെ രവിയുടെ കയ്യിൽ കൊടുത്തായിരുന്നല്ലോ. നീ ഉണ്ടായിരുന്നില്ലേ ഞാനും എൻ്റെ ഒപ്പം? അമ്മയ്ക്കൊന്നും ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അവൻ മറന്നുണ്ടാവും. രവി പറഞ്ഞ കുട്ടീനെ നീ പോയി കണ്ട? അത് ശരിയാവില്ല, അത് ഭയങ്കര തടിച്ചിട്ടൊരു കുട്ടിയാണ്. സ്കോർപിയൻ ക്ലാസിലെ ആദ്യ ഇന്ത്യൻ മുങ്ങക്കപ്പൽ INS കൽവരി നേവിയുടെ ഭാഗമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരുന്ന കൽവരി ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഇതെന്തിനാ ചേച്ചി? മൂപ്പൻ്റെ നിപ്പ് കണ്ടപ്പോഴേ ആകെ പാവം തോന്നി. ചേച്ചി ഇതായാലും കൊടുക്കാൻ പോവാ? കൊടുക്കല്ലേ? അത് ആൾക്കൊരു ഇൻസൾട്ടായി തോന്നൂലേ? ഒരു കണ്ണട കളഞ്ഞു കിട്ടിയാൽ നമ്മുടെ ഉടമസ്ഥന് കൊടുക്കൂലേ? അപ്പോൾ ഒരു വെപ്പല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ചേച്ചി ഇതിങ്ങ് തന്നെ, നമുക്ക് രവിമാമൻ്റെ കൊടുക്കാം. ആളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. നിങ്ങളിത് ആരത്തും പറയാമെന്ന് നിൽക്കണ്ട. റഹീം, സിനിമ ഇഷ്ടമായ? സാറിന് ഇഷ്ടമായി? പിന്നെ മാസ്റ്റർ ഡയറക്ടറല്ലേ, ജീവിതം ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്.
എന്താണ് റഹീമിൻ്റെ അഭിപ്രായം എന്താണ് സിനിമയെക്കുറിച്ച്? ഇതിന് ഡയറക്ടർ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു. ഈ മരിച്ചവരെ പറ്റി കുറ്റം പറയുന്നത് മോശമല്ലേ? അത് മോശമാണ്.